നമസ്കാരം. രാഷ്ട്ര നിർമ്മാണത്തിൽ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഏറെയൊന്നും ചർച്ച ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇവർക്കൊക്കെ ഇതിലെന്താണ് കാര്യം എന്നാണ് നമ്മളിൽ പലരുടെയും കാഴ്ചപ്പാട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും നയങ്ങളെയും പ്രഖ്യാപനങ്ങളെയും എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഉണ്ടാകും. ഒരു ജനാധിപത്യ നടപടിക്രമത്തിൽ ഇത് സ്വാഭാവികമാണ് താനും. മോദി സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളുടെയും നയങ്ങളുടെയും ചാലകശക്തിയെ പ്രവർത്തിക്കുന്ന ഒരു മലയാളി വനിതയുണ്ട്. ആ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥി, ശ്രീമതി വിനീത ഹരിഹരൻ. നമസ്കാരം മാഡം. നമസ്കാരം. വിനീത ഹരിഹരൻ വാഗ്മി, എഴുത്തുകാരി, ചിന്തക, പൊതുനയ രൂപീകരണ വിദഗ്ധ തുടങ്ങി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വിവിധ കേന്ദ്ര പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മലയാളി വനിത. ആത്മനിർഭർ ഭാരത്, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നിവ അടക്കമുള്ള പദ്ധതികളുടെ ഏകോപന ചുമതലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ MSME മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ന്യൂഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ നിന്ന് അർബൻ പ്ലാനിങ്ങിൽ മാസ്റ്റർ ഡിഗ്രി നേടിയ വിനീത എഞ്ചിനീയർ കൂടിയാണ്. സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദം നേടിയ വിനീത ഹരിഹരൻ UPA സർക്കാരിൻ്റെ കാലയളവിലും പദ്ധതി നിർവഹണ മേഖലയിൽ സജീവമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളായ PMAY, ശ്യാമപ്രസാദ് മുഖർജി അർബൻ മിഷൻ, മൈക്രോ എന്റർപ്രൈസസ് തുടങ്ങിയവയെല്ലാം വിനീതയുടെ ആശയങ്ങളാണ്. അടുത്തിടെ വിമൻ ഓഫ് എക്സലൻസ് പുരസ്കാരം നൽകി ഇന്ത്യൻ അച്ചീവേഴ്സ് ഫോറം അവരെ ആദരിച്ചിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി വിവിധ സർക്കാരുകൾക്കൊപ്പം നയരൂപീകരണ രംഗത്തും പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എങ്ങനെയാണ് ഈ വഴിയിലേക്ക് എത്തപ്പെട്ടത്? അത് ആക്ച്വലി ആദ്യം തൊട്ട് തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. സിവിൽ എഞ്ചിനീയറിംഗ് അവിടെയാണ് ചെയ്തത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ചെയ്തതിന് ശേഷം തന്നെ ഐ അണ്ടർസ്റ്റുഡ് എനിക്ക് വെറുതെ ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യാൻ മാത്രമല്ല എൻ്റെ ഒരു ആംബിഷൻ. പക്ഷേ അത് ഭയങ്കര സ്കിൽ ജോബാണ്. കുറേ പേര് ദേ ആർ എക്സലിങ് ഇൻ ദാറ്റ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് കുറച്ചും കൂടി വാസ്റ്റായിട്ട് വൈഡായിട്ട് ചെയ്യാനുള്ള ഒരു ആംബിഷൻ ഉണ്ടായിരുന്നു, ആസ്പിറേഷൻ ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് വർക്ക് ചെയ്യാനും ആൾക്കാരായിട്ട് പീപ്പിൾ ഓറിയൻറ്റഡ് സ്കീംസിലും പ്രോജക്ട്സിലും ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് അപ്പോൾ എനിക്ക് ഒരു സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചറിൽ ഒരു അർബൻ പ്ലാനിങ് ആൻഡ് പോളിസിയുടെ ഒരു കോഴ്സ് ഐ കെയിം അക്രോസ്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നി. എല്ലാവരും MBAയും അതൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ആ വെൽ ട്രോഡൻ പാത്തിലേക്ക് പോകേണ്ട, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം, ചാലഞ്ചിങ് ആയിട്ട് ചെയ്യണമെന്ന് അപ്പോൾ തന്നെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അറ്റ് എവറി ലെവൽ ഞാൻ മൈക്രോന്ന് മാക്രോയിലേക്ക് പോകാനായിട്ടായിരുന്നു എൻ്റെ ഒരു വിഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അർബൻ പ്ലാനിങ്ങിൽ മാസ്റ്റേഴ്സ് ചെയ്തിട്ട് പിന്നെ കുറേ കാലം സെൻട്രൽ ഗവൺമെൻറ് ഹഡ്കോ അങ്ങനത്തെ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്തു. കുറേ പബ്ലിക് പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാനും അതിൻ്റെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ദിസ് ഈസ് മൈ സ്പേസ്, ഇവിടെയാണ് ഞാൻ, ഐ ബിലോങ് ടു ദിസ് സ്പേസ് എന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിശ്വാസം വന്നത് അപ്പോൾ ആ സമയത്ത്. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് ബോട്ടിൽ നെക്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസും ചാലഞ്ചസും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്കൊരു ഇംപെഡിമെൻറ്റിന് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു 2005-06 എനിക്ക് മാസ്റ്റർ പ്ലാൻ ഓഫ് കൊച്ചി സിറ്റി ചെയ്യാനായിട്ട് ഒരു ഡെപ്യൂട്ടേഷനിൽ അയച്ചത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ ദെൻ മേയർ ദിനേശ് മണി ആയിട്ടാണ് ഞാൻ, ദിനേശ് മണി സാറിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒരു പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ അതിന് കുറേ ഫ്രീഡം തന്നു എനിക്ക്. കുറേ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് മെത്തേഡിൽ കൗൺസിലേഴ്സ്, വാർഡ് കൗൺസിലേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മുഴുവൻ കൊച്ചി സിറ്റിക്ക് എങ്ങനെ മാറ്റങ്ങൾ വരാൻ പറ്റുക, വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഞാൻ ചെയ്തത് അത്. പക്ഷേ എല്ലാ സെക്ടറിലും എനിക്ക് ഒരു ബോട്ടിൽ നെക്ക്, ഒരു വാൾ ഹിറ്റ് ചെയ്യുന്ന പോലെ തോന്നി എനിക്ക്. അപ്പോഴാണ് എനിക്ക് അന്ന് ഐ വാണ്ടഡ് ടു നോ വേൾഡിലും ഗ്ലോബൽ ലെവലിൽ എങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് കൺട്രീസ് ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റ് ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യണത്. അപ്പോഴാണ് ഞാനൊരു മിഡ് കരിയർ പ്രോഗ്രാം, ലീക്വാൻ യു സ്കൂൾ ഓഫ് പബ്ലിക് പോളിസി സിംഗപ്പൂരിന് ഒരു സ്കോളർഷിപ്പ് കിട്ടി എനിക്ക്, മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഐ ഡിസൈഡഡ് കുറച്ച് ഹൊറൈസൺസ് വൈഡൻ ചെയ്തിട്ട് അവിടെ പോയിട്ട് നോക്കാം ഹൗ തിങ്സ് ആർ വർക്കിംഗ് ഔട്ട്, എസ്പെഷ്യലി ഈ റീജിയനിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിൽ എങ്ങനെയാണ് വേരിയസ് കൺട്രീസ് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ടാക്കിൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ശേഷം എനിക്ക് മനസ്സിലായത് എല്ലാ കൺട്രീസും ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. എല്ലാ കൺട്രീസും ബോട്ടിൽ നെക്സ് ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യണം, എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണം, അതൊരു
ഡിഫറെൻ്റ് ആയിരുന്നു. സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻ്റ് ആയിരുന്നു അവരുടെ മെയിൻ ഒരു പഠിക്കാൻ കിട്ടിയത്. അവിടുന്ന് ഒരു എസൻസ് കിട്ടിയത് ഇതാണ്, നമ്മൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടാണ് തിരിച്ചു വരുമ്പോൾ എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രീസായിട്ട് കുറേ പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും ആ പോളിസി ഫോർമുലേറ്റ് ചെയ്തിട്ട് അതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ടും പിന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ലീഡർഷിപ്പ് റോൾസ് കുറേ കിട്ടി എനിക്ക്, സ്റ്റാർട്ടിങ് ഫ്രം ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി. രാജ്യത്തെ പൊതുവായ വികസന പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മുടെ അർബൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇതെങ്ങനെയാണ് ഈ അർബൻ റൂറൽ ഡെവലപ്മെൻറ്റ്സ് നടപ്പാക്കുക, അതല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ആക്ച്വലി അർബൻ ആൻഡ് റൂറൽ എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷൻ്റെ മാത്രമാണ് ഒരു വ്യത്യാസം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ സെൻസസ് ഓഫ് ഇന്ത്യയിലെ ഡെഫിനിഷൻ അർബൻ ഏരിയാസ് മോർ ദൻ 5,000 പോപ്പുലേഷൻ, പിന്നെ മോർ ദൻ 75% ഓഫ് ദ പോപ്പുലേഷൻ ഷുഡ് ബി എൻഗേജ്ഡ് ഇൻ നോൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. അത് മാത്രമേ ഉള്ളൂ ഒരു ഡെഫിനിഷൻ. അപ്പോൾ അതൊരു ഡെഫിനിഷൻ്റെ ബേസിസിൽ മാത്രം അർബനും റൂറലായിട്ട് നമ്മൾ തിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ ഗ്ലോബലി നമ്മൾ നോക്കുന്നത് ടെറിട്ടോറിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും, അർബൻ പ്ലസ് റൂറൽ. ഒന്ന് കനോട്ട് ബി ഇഗ്നോർഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ദി അതർ. ഇപ്പോൾ ട്രഡീഷണലി എല്ലാവരും റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലേക്ക് സിറ്റീസിലേക്ക് വന്നിട്ട് ഓപ്പർച്യൂണിറ്റീസ് തേടിയിട്ടാണ് വരുന്നത്, എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് തേടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മിഷൻ, നാഷണൽ റൂർബൻ മിഷൻ, അതിൽ നമ്മൾ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് റൂറൽ ഏരിയാസിൽ തന്നെ കൊടുക്കാനായിട്ടായിരുന്നു അതിൻ്റെ ഒരു എയിം. സോ ദാറ്റ് പീപ്പിൾ ഡിസ്ട്രസ് മൈഗ്രേഷനിൽ സിറ്റീസിൽ പോയി താമസിക്കുക, പിന്നെ അതിൻ്റെ സിറ്റീസിന് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, പ്രഷറൈസ്ഡ് ആവും സിറ്റീസ്. പിന്നെ അങ്ങനെയാണ് സ്ലംസ് വരുന്നത്, ഹൗസിംഗ് ഷോർട്ടേജ് ആയിട്ട് സ്ലംസ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ വൈ നോട്ട് ഗിവ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് ഇറ്റ് സെൽഫ്? സോ ഇപ്പോൾ ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. റൂറലും അർബനും രണ്ടും ബാലൻസ്ഡ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, നോട്ട് എനി വൺ അറ്റ് ദ കോസ്റ്റ് ഓഫ് ദി അതർ. മോദി സർക്കാരിൻ്റെ വികസന പദ്ധതികളെ എങ്ങനെ നോക്കിക്കാണുന്നു? വികസന പദ്ധതികൾ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ജനങ്ങളിലേക്ക് എല്ലാ വികസന പദ്ധതികളും എത്തിക്കാൻ കഴിയുക? ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ മോദി സർക്കാരിൻ്റെ റെജീമിലാണ്, ഞാൻ 2 റെജീമിലും വർക്ക് ചെയ്തിട്ടുണ്ട്. UPA റെജീമിലും BJP റെജീമിലും ഞാൻ പോളിസിയും പ്രോഗ്രാംസും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടു ഗിവ് ഡ്യൂ ക്രെഡിറ്റ് ടു ദി ഓൾഡ് റെജീം, അവർ പ്ലാനിങ്ങിൽ ദേ വർ വെരി ഗുഡ്. ഡിസൈൻ പ്ലാനിങ്ങിൽ നല്ല ഒരു കുറേ സമയം എടുത്തിട്ടാണ് പ്ലാനിങ്ങും ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ അത് വേറെ നമ്മൾ സ്റ്റക്കായി, ലിമിറ്റഡായി ജസ്റ്റ് ഡിസൈനിങ് ആൻഡ് പ്ലാനിങ് പ്രോഗ്രാംസ്. ബട്ട് ഇംപ്ലിമെൻറ്റേഷനിലാണ് ഈ ഗവൺമെൻറ് ദേ ഹാവ് എക്സെൽഡ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദീസ് പ്രോഗ്രാംസ്. ഇപ്പോൾ ഏത് പ്രോഗ്രാം ആയാലും, MG നരേഗ ആയാലും, അവർ ഇംപെറ്റസ് കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ്. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആയാലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ ഗവൺമെൻറ്റിലാണ്. പിന്നെ കുറേ അങ്ങനത്തെ പ്രോഗ്രാംസും പോളിസീസും ഇംപ്ലിമെൻറ്റേഷനിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോർട്ടേ എന്നാണ് ഞാൻ മനസ്സിലാക്കിയതോളം. ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ സർക്കാരിനെ പറ്റിയിട്ട്. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഈസ് എക്സ്ട്രീംലി പവർഫുൾ ആൻഡ് എൻഫോഴ്സ്മെൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് ലാക്ക് ചെയ്യണത് ഇന്ത്യയിൽ. ഫോർ എക്സാമ്പിൾ അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാലും നമ്മൾ കുറേ മാസ്റ്റർ പ്ലാൻസ് ഉണ്ടാക്കും, കുറേ ബ്ലൂ പ്രിൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് വെറുതെ ഷെൽഫിൽ വെച്ചിട്ട് കാര്യമില്ല, അത് എൻഫോഴ്സ് ചെയ്യണം. എൻഫോഴ്സ് ചെയ്യാണ്ട് ഇരിക്കുകയാണ് നമ്മുടെ ഒരു മെയിൻ പ്രോബ്ലം ഉണ്ടായത്. സോ മെനി ഇയേഴ്സ് വി വർ നോട്ട് ഏബിൾ ടു എൻഫോഴ്സ് അവർ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എഫക്റ്റീവ്ലി, വിച്ച് ദിസ് ഗവൺമെൻറ് ഇസ് ഡൂയിങ് വെരി എഫിഷ്യൻ്റ്ലി. ദേശീയ തലത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും കേരളത്തിലും ചില പദ്ധതികളുടെ ഭാഗമാകാനുള്ള ഭാഗ്യം വിനീതയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കേരളം ഏതൊക്കെ കാര്യങ്ങളിലാണ് പിന്നോക്കം പോകുന്നത്? എവിടെയൊക്കെയാണ് കേരളം ഇനി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്? ഇപ്പോൾ കേരളയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇസ് വെരി ഡിഫറെൻറ്റ്. ബിക്കോസ് വി ഹാവ് നമ്മൾ ചില ഇൻഡസ്ട്രീസിലൊക്കെ നല്ലവണ്ണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ടു ഗിവ് ഡ്യൂ ക്രെഡിറ്റ് ടു ദി ഗവൺമെൻറ് ദാറ്റ് വാസ് ദെയർ ഏർലിയർ, ഗവൺമെൻറ്റ്സ് ദാറ്റ് വർ ദെയർ ഏർലിയർ ഇൻ കേരള. ഹെൽത്ത്, എഡ്യൂക്കേഷൻ അങ്ങനത്തെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൽ കുറേ ഫോക്കസ് ചെയ്തു ഇനീഷ്യൽ ഇയേഴ്സിൽ. അതുകൊണ്ട് നമ്മൾ ഹെൽത്ത് ഇൻഡസ്ട്രീസിൽ വി ആർ വെരി ഹൈ, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രീസിൽ വി ആർ വെരി ഹൈ. നീതി ആയോഗിൻ്റെ ഹെൽത്ത് ഇൻഡസ്ട്രീസിലും കേരള ഇസ് വെരി മച്ച് അഹെഡ്. ബട്ട് ദെൻ ലുക്ക് അറ്റ് ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 28th റാങ്കാണ് 36 സ്റ്റേറ്റ്സിൽ. സോ ദാറ്റ് ഈസ് എ ബിഗ് ഭയങ്കര ഒരു ചാലഞ്ചാണ് നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ. പിന്നെ നമ്മൾ ആക്ച്വലി ഒരു റെമിറ്റൻസ് എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ more than 35% of our GDP is based on remittances from NRI, Malayalis who are abroad. Almost 2 million people are in the Gulf and other countries sending in remittances.
ഇപ്പോൾ ഒരു പാസീവ് എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ മലയാളികൾ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ, ഇത്രയും സ്കിൽഡ് ആയിട്ട് ആൾക്കാർ, ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് ഒരു റേസാണ് നമ്മൾ. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് വേറെ നാട്ടിൽ പോയിട്ട്, വേറെ സിറ്റീസിലും വേറെ സ്റ്റേറ്റ്സിൽ പോയിട്ട് നമ്മൾ എക്സൽ ചെയ്യുന്നു, വേറെ കൺട്രീസിൽ പോയി എക്സൽ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിൽ നമുക്ക് എക്സൽ ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പോൾ അതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഫോക്കസ്. ഐ ഫീൽ ഷുഡ് ബി ടു ടാപ്പ് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ, നമ്മുടെ ഒരു സ്കിൽസും ഈ ഇവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യാനായിട്ടാണ് ഒരു എയിം വേണ്ടത്. ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റും എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റാണ് ഒരു ഫോക്കസ് ആവശ്യമുള്ളത് കേരളത്തിൽ. കീപ്പിംഗ് ഇൻ വ്യൂ ദി റിസോഴ്സസ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. First of all, we can say, of course, tourism. Tourism is a huge potential in Kerala. We have not even tapped even 1% of our potential in tourism, I feel. Export potential, we have, it is estimated that almost $6 billion in our export potential in there, but we have not even gone to the surface. Lot of indigenous resources like spices, marine products, adinte okke oru export potential huge aanu Keralathil. പക്ഷേ അതിൻ്റെ എക്സ്പോർട്ട് മാത്രമല്ല, if you go back, rubber, cashew, coconut, അതിൻ്റെയൊക്കെ വില കൂട്ടിയിട്ട് കാര്യമില്ല. വി ഹാവ് ടു ലുക്ക് അറ്റ് പ്രൊഡക്ഷൻ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന്. കോക്കനട്ട് പ്രൊഡക്ഷനിലും റബ്ബറിലും കാഷ്യൂലായാലും പ്രൊഡക്ഷൻ ചാലഞ്ചസ് കുറേ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ചസ് ഉണ്ട്, വാല്യൂ ചെയിനിൽ കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് ഗിവിങ് ലോട്ട് ഓഫ് സ്കീംസ് ഫോർ വാല്യൂ ചെയിൻ വാല്യൂ ചെയിൻ എൻഹാൻസ്മെൻറ്റ്, വാല്യൂ ചെയിൻ സ്ട്രെങ്തനിങ്. All those schemes, I think Kerala government should tap into those schemes and work in alignment with the central government. മുന്നോട്ടുള്ള കുതിപ്പിൽ കേരളം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ തിരുത്തലുകളാണ് കേരളത്തിൽ ആവശ്യമായിട്ടുള്ളത്? ലൈക്ക് ഐ സെഡ് ജസ്റ്റ് നൗ, ഇപ്പോൾ കറക്ഷൻ നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് ബഡ്ജറ്റിലാണ് തോമസ് ഐസക് സർ ഇത് അനൗൺസ് ചെയ്യുന്നത്, നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് ഫോക്കസ് കൊടുക്കുന്നത്, എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷേ ദിസ് ഷുഡ് ഹാവ് ബീൻ ഡൺ മെനി ഇയേഴ്സ് ബാക്ക്. In hand, ഇപ്പോൾ നമ്മൾ വെൽഫെയർ എക്കോണമി, we do not need welfare measures. We are all very, luckily we are above average in terms of our income and per capita income, much above national average. പക്ഷേ so why do we need a welfare measures? നമ്മൾ കിറ്റ്, now in the last thing everybody കൊറോണയുടെ ടൈമിൽ കുറേ കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. Okay, that is good welfare measure. പക്ഷേ അത് അങ്ങനെ തന്നെ വി കനോട്ട് ഗോ ഓൺ ഗെറ്റിംഗ് ഒരു വെൽഫെയർ എക്കോണമിയിൽ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. വി ഹാവ് ടു ടാപ്പ് അവർ ഓൺ പൊട്ടൻഷ്യൽ ആൻഡ് കം ഓൺ അവർ ഓൺ ഫീറ്റ് ആൻഡ് ഓൾസോ ഇംപ്രൂവ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടും മാനുഫാക്ചറിങ് കേപ്പബിലിറ്റീസും സ്ട്രെങ്തൻ ചെയ്യാൻ സമയമായിട്ടുണ്ട് കേരളത്തിൽ. നമ്മുടെ സ്വന്തം ഇൻകം ജനറേഷനിൽ കുറേ വി ഹാവ് ടു വർക്ക്, എസ്പെഷ്യലി ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇക്കോളജിക്കലി ഫ്രജൈലാണ് സ്റ്റേറ്റ് എന്ന് ഐ അഗ്രി, ഇക്കോളജിക്കലി ഫ്രജൈലാണ്. പക്ഷേ ദെൻ വി ക്യാൻ ഹാവ് ഗിവ് ഇംപെറ്റസ് ടു ടൂറിസം. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, മെറീൻ എക്സ്പോർട്സും പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതിലൊക്കെ വി ഹാവ് ടു ഫോക്കസ്. ലൈക്ക് ഇഫ് ഐ ക്യാൻ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ചൈന, Xi Jinpingൻ്റെ ഒരു ഭയങ്കര ഒരു ഫോക്കസ് ആയിരുന്നു, പോവർട്ടി എലിവേഷൻ്റെ ഒരു തീമായിരുന്നു, ഡെവലപ്പ് എ റിസോഴ്സ് ഇൻ യുവർ ഓൺ ബാക്ക് യാർഡ്. അപ്പോൾ അങ്ങനെ വൈ കാൺട്ട് വി ഡു ദാറ്റ്? അപ്പോൾ എൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വിഷൻ പറയുകയാണെങ്കിൽ അത് ഒരു ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു. നമ്മൾ വെൻ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയിൽ വി ഗോട്ട് ടു ഗോ ടു ചൈന ടു അണ്ടർസ്റ്റാൻഡ് ദിയർ ഡെവലപ്മെൻറ്റ് മോഡൽ, റൂറൽ ഡെവലപ്മെൻറ്റ് മോഡൽ. സോ വൈ കാൺട്ട് വി ഹാവ് ദറ്റ് സെയിം മോഡൽ ഇൻ കേരള? ഐ ഫീൽ ഇറ്റ്സ് എ ഗുഡ് മോഡൽ ദാറ്റ് ക്യാൻ സക്സീഡ് very well in Kerala. ഇപ്പോൾ we have such a huge NRI base. So instead of just sending passive remittances, വീട്ടിൽ മാത്രം പൈസ അയക്കാണ്ട്, why can't we tap that investment? Why can't we put it into those kind of credit enhancement ഇതിൽ? പിന്നെ ആ പൈസ വെച്ചിട്ട് we should use that for development of some resources in their particular districts. അതിന് revenue generation, പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക. അങ്ങനത്തെ ഒരു മോഡൽ I think will succeed very well in Kerala. രാഷ്ട്ര നിർമ്മാണത്തിലും വികസന പദ്ധതികളിലും വനിതകളുടെ പങ്ക് എന്താണ്? അല്ല, വനിതകൾക്ക് ഈ മേഖലകളിൽ വേണ്ടത്ര പ്രാധാന്യം അല്ലെ പങ്കാളിത്തം ലഭിക്കുന്നുണ്ടോ? ആക്ച്വലി ശരിയാണ്, അത് പറയുന്നത് ശരിയാണ്. ബിക്കോസ് പൊളിറ്റിക്സിൽ എൻട്രി ചെയ്യുന്ന ലേഡീസ് ആർ ട്രഡീഷണലി അവർ പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് സം വെരി ഫ്യൂ ഇൻഡിവിജ്വൽസ് അവർ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഉണ്ടായാൽ അവർ അങ്ങനെ ഗ്രോ ചെയ്യുന്ന സ്ത്രീകളാണ്. But suddenly from a middle class family, if somebody wants to enter politics, സ്ത്രീകൾക്ക് ഭയങ്കര ബാൻ, ടാബു ആണ് അത്. പൊളിറ്റിക്സിൽ എൻട്രി ചെയ്യാൻ പോവാണ്, യു ആർ ഗോയിങ് ടു ലൂസ് സോ മെനി തിങ്സ്, യു വോണ്ട് ബി ഏബിൾ ടു ഗിവ് ടൈം ടു യുവർ ഫാമിലി. ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ ഐ തിങ്ക് ഇറ്റ്സ് ഭയങ്കര ഒരു ബ്ലോക്സ് ആണ് സ്ത്രീകൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട്.
ബട്ട് ഐ ഫീൽ വിമൻ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും അവർക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഇസ് ലൈക്ക് വിമൻ ആർ റിക്വയർഡ് ഇൻ പൊളിറ്റിക്സ് ബിക്കോസ് അവരുടെ ഒരു കമ്പാഷനും അവരുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഇസ് സോ ഹൈ കമ്പയർഡ് ടു മെൻ. ഐ തിങ്ക് വിമൻ ക്യാൻ മേക്ക് very, very good leaders. For example, internationally, nammal nokkiyal, like, so many prime ministers, women prime ministers have done so well. ഇപ്പോൾ recently നമ്മൾ പാൻഡമിക്കിൻ്റെ ടൈമിൽ നോക്കിയാലും women, young women leaders have done so well in so many countries. So why women are excelling in such leadership? But that kind of ഒരു സ്പേസ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നില്ല for women. That I think we should നമുക്ക് ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യാൻ ഹൈ ടൈം ആയിട്ടുണ്ട്. കുറേ ലീഡേഴ്സ് നാഷണലി ദേ ആർ എമർജിങ്, ലേഡീസ് ആർ എമർജിങ്. പക്ഷേ കുറേ ചാലഞ്ചസ് ഓവർകം ചെയ്തിട്ടാണ് അവർ എമർജ് ചെയ്യണത്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ആയ ഒരു എൻവയൺമെൻറ്റ് ആവശ്യമുണ്ട്, അവർക്കായ ദേ നീഡ് ദറ്റ് പുഷ്. പക്ഷേ വിത്തൗട്ട് ദറ്റ് പുഷ് ഇറ്റ് സെൽഫ് പീപ്പിൾ ഹു ആർ എക്സെല്ലിങ് ഇൻ സച്ച് സ്ഫിയർ ഷുഡ് ബി ഗിവൻ ചാൻസസ് ഇൻ ദ പൊളിറ്റിക്കൽ സ്ഫിയർ എന്നാണ് ഞാൻ. അതർവൈസ് ഇറ്റ്സ് എ ഹ്യൂജ് ലോസ് ഫോർ ദ കൺട്രി. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊരാശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് മോദി സർക്കാർ. അതിന്മേൽ ചർച്ചകൾ നടക്കുന്നു. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? ഇലക്ഷൻസിൽ കുറേ വി ഹാവ് ടു സ്ട്രീം ലൈൻ ഐ ഫീൽ പ്രോസസ്സസും ഇലക്ഷൻ പ്രോസസ്സസും ദ വേ കാൻഡിഡേറ്റ്സ് ആർ സെലക്റ്റഡ്. എനിക്ക് തോന്നുന്നു മെറിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കുറേയും കൂടിയും വി ഹാവ് ടു ബി മോർ മെറിറ്റോക്രാറ്റിക് കാൻഡിഡേറ്റ് സെലക്ഷൻസിലും. പിന്നെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ ഐ ഫീൽ ദാറ്റ് ഹാസ് ടു ബി ടോട്ടലി സ്ട്രീം ലൈൻഡ് ആൻഡ് ബ്രോട്ട് അണ്ടർ കൺട്രോൾ. Because what is the need for this kind of a huge expenditure for elections is what I feel. Even now with social media coming in, namukku ipo this is the time to capitalize, leverage on social media potential and reduce the expenses that we have on elections. Because kore good candidates may shy away from entering politics because of the expenditure involved. They say you have to spend a lot of money if you want to be a candidate. You have to savings ഒക്കെ പോവും അങ്ങനെയൊക്കെയാണ്. സോ വാട്ട് ഇസ് ദിസ് കനോട്ട് ബി എ ചാലഞ്ച്. അതൊരു ഭയങ്കര ഒരു ഡിസ്ക്രിമിനേഷനാണ് ഐ ഫീൽ അഗെയിൻസ്റ്റ് പീപ്പിൾ ഹൂ ആർ നോട്ട് ആക്ച്വലി വെരി മണീഡ് ഓർ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലി റിച്ച് പീപ്പിൾ ക്യാൻ എൻറ്റർ പോളിറ്റിക്സ് അങ്ങനെയാണോ? സോ ദാറ്റ് ഷുഡ് നോട്ട് ബി ദ വേ. സോ ഐ തിങ്ക് വൺ ഇസ് എക്സ്പെൻഡിച്ചർ കൺട്രോൾ ഇൻ election expenditure. Second is selection of candidates. ഇപ്പോൾ പോപ്പുലർ വോട്ട് നമുക്ക് സ്വിങ് ചെയ്യാൻ വെരി ഈസിയാണ്. ഇപ്പം ആൾക്കാരുടെ സൈക്കോളജി ജസ്റ്റ് അബൌട്ട് മാനിപ്പുലേഷൻ ഓഫ് ദ സൈക്കോളജി. അത് മാത്രമല്ലാണ്ട് നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ആക്ച്വലി ടാഞ്ചിബിൾ റിസൾട്ട്സ് എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവരാൻ പറ്റിയത് അതൊക്കെ നോക്കേണ്ട ഒരു ഐ തിങ്ക് നൗ ഇറ്റ്സ് ടൈം ഫോർ പൊളിറ്റിക്സ് ടു ബിക്കം പ്രൊഫഷണലൈസ്ഡ് ഇൻ ഇന്ത്യ. സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടോ എന്നത് ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അങ്ങനെയെങ്കിൽ കേരളം തന്നെയായിരിക്കുമോ തിരഞ്ഞെടുക്കുക? യെസ് ഡെഫിനറ്റ്ലി. ഞാനിപ്പോൾ ലീക്വാൻ ന്യൂ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അത് മെനി പീപ്പിൾ മേ നോട്ട് ഹവ് ഹേർഡ് അബൌട്ട് ഇറ്റ്, ബട്ട് ദാറ്റ്സ് എ സ്കൂൾ വിച്ച് ഇസ് ഓൺ ഗവർണൻസ് ആൻഡ് ഇറ്റ് ഇസ് അബൌട്ട് അവരുടെ ഒരു മെയിൻ തീം ആൻഡ് ടു സീ ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ. ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ. ഇപ്പോൾ ആഫ്റ്റർ വർക്കിംഗ് എല്ലാവരുടെയും വർക്ക് ചെയ്തു, ഗ്രാസ് റൂട്ട് ലെവൽ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിൽ വർക്ക് ചെയ്തു, പ്രോജക്റ്റ് ഡിസൈൻ ആസ് എ ടെക്നോക്രാറ്റ്, ആസ് എ ബ്യൂറോക്രാറ്റ്, ആസ് എ ഹെഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നാഷണൽ പ്രോഗ്രാംസ് ഞാൻ വർക്ക് ചെയ്തു. എല്ലാവരുടെയും എല്ലാ സ്പെക്ട്രം കണ്ടതിന് ശേഷം ഐ ഫീൽ ദാറ്റ് അവസാനം എനിക്ക് ഈ ഒരു ഫേസ് ഓഫ് മൈ കരിയർ ഐ ഫീൽ ദാറ്റ് maximum contribution I can make if I am an elected representative. I think I can make at this stage in my life. I think the time has come for me to serve an immediate community. Tangible results വരുത്താനായിട്ട് ഐ ഫീൽ പൊളിറ്റിക്സ് ഒരു നല്ലൊരു വെഹിക്കിൾ ആയിരിക്കും. വിനീത ഹരിഹരനെ പോലുള്ളവരുടെ ആശയങ്ങളും പരിചയസമ്പത്തും രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഓരോ മലയാളികൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടത് തന്നെയാണ്. വിനീത ഹരിഹരൻ നയം വ്യക്തമാക്കി കഴിഞ്ഞു. സജീവ രാഷ്ട്രീയത്തിലേക്കുണ്ട്. കേരളമാണ് തട്ടകം. നമുക്കും കാത്തിരിക്കാം ആ നല്ല വാർത്തയ്ക്കായി.